ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ആദത്തിൻ്റെയും ഹവ്വയുടെയും ചരിത്രം അത് മനുഷ്യവംശത്തിൻ്റെ തുടക്കം തന്നെയാണോ, അവർ തന്നെയാണ് ആദ്യ മാതാപിതാക്കന്മാർ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ വരാറുണ്ട്. നമുക്കറിയാം, ബൈബിൾ എന്ന് പറയുന്നത് അതൊരു ഫെയ്ത്ത് നരേറ്റീവാണ്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവശാസ്ത്രപരമായി കാണേണ്ട പുസ്തകമാണ്. അതൊരു ചരിത്ര പുസ്തകമല്ല, അല്ലെങ്കിൽ ഒരു ക്രോണോളജിക്കൽ പുസ്തകമല്ല. അതിലൂടെ ഉദ്ദേശിച്ചത്രയേ ഉള്ളൂ, അതായത് ദൈവ ആദിയിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു. അതിൻ്റെ മകുടമായിട്ട് പുരുഷനെ സൃഷ്ടിച്ചു, പുരുഷന് തുണയായി സ്ത്രീയെ നൽകി. അങ്ങനെ സ്വന്തം ഛായയിലും, ദൈവം തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ആദവും ഹവ്വയും, മനുഷ്യവംശം. പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ. ആ മനുഷ്യരുടെ തുടക്കം ദൈവത്തിൽ നിന്നാണ്, മനുഷ്യർ അവസാനിക്കുന്നത് ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ആദ്യവും അന്ത്യവും ദൈവമാണ് എന്ന് പറയുന്നത്. അപ്പോൾ ദൈവം ആരംഭത്തിൽ ഒന്നുമില്ലാതിരുന്ന ഇടത്തുനിന്ന്, ഇല്ലായ്മയിൽ നിന്ന് എല്ലാം സൃഷ്ടിച്ചു, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതിന് മകുടമായിട്ട്, അതിനെ ഭരിക്കാനായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ അവരെന്ന് ആദവും ഹവ്വയും മാത്രമായിരുന്നു ആദ്യത്തെ മാതാപിതാക്കൾ. ഇതൊന്നും നമുക്ക് ചരിത്രപരമായി തെളിയിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വാസത്തിൻ്റെ തെളിവിൽ നിന്നുകൊണ്ട് നമ്മൾ ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ ആദവും ഹവ്വയും ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരാണ് എന്നുള്ള ആ ഒരു കാര്യം, അവരുടെ ആ മനുഷ്യരിലൂടെ നമുക്ക് ഇന്ന് കാണുന്ന മനുഷ്യരിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ള വലിയ സത്യം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ. ആ മനുഷ്യർ ദൈവത്തിൻ്റെ തന്നെ ശുശ്രൂഷ നിർവഹിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. ദൈവം ആദിയിലെ എല്ലാം സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ചതിൽ നിന്നുള്ള പുനഃസൃഷ്ടി നടത്തുന്നവരാണ് മനുഷ്യർ. അപ്പോൾ ആ രീതിയിൽ നമ്മളിതിനെ മനസ്സിലാക്കണം. അല്ലാതെ ചരിത്രപരമായിട്ടൊരു പുസ്തകമായിട്ടോ ഒരു സംഭവമായിട്ടോ അല്ല നമ്മളിതിനെ കാണേണ്ടതെന്നാണ് ബൈബിൾ പണ്ഡിതന്മാരൊക്കെ പറയുന്നത്. മറ്റൊരു കാര്യം ചോദിച്ചിരിക്കുന്നതാണ്, നമ്മളൊരു അന്ധനെ സുഖപ്പെടുത്തുന്നത് കാണുന്നുണ്ട് ബൈബിളിൽ. അപ്പോൾ ആ അന്ധൻ്റെ അന്ധതയ്ക്ക് കാരണം ആദ്യ മാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച ആ ഉത്ഭവഭാവമാണോ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഉത്ഭവഭാവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണോ മാമോദീസ എന്ന കൂദാശ നമ്മൾ സ്വീകരിക്കുന്നത്? മാമോദീസ നമുക്കറിയാലോ, മാമോദീസ എന്ന കൂദാശയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ്, മനുഷ്യൻ്റെ രക്ഷയാണ്, ആത്മാവിൻ്റെ രക്ഷയാണ്. ആദിമാതാപിതാക്കന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ച പാപത്തിലേക്കുള്ള ഒരു ലാഞ്ചന, ഇൻക്ലിനേഷൻ ടു സിൻ. ആ ഇൻക്ലിനേഷൻ ടു സിന്നിൽ നിന്ന് നമുക്ക് പൊറുതി ലഭിച്ച് നമ്മൾ പിതാവായ ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കാനായിട്ടുള്ള ഒരു കൂദാശയാണ് മാമോദീസ എന്ന് പറയുന്നത്. അപ്പം മാമോദീസയിലൂടെ ലഭിച്ച വരപ്രസാദത്തിൽ നമുക്ക് നിലനിൽക്കാൻ സാധിച്ചാൽ നമുക്ക് ആദിമാതാപിതാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഈ പാപത്തിലേക്കുള്ള ലാഞ്ചനയെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുമാത്രമല്ല, ഇതൊരു കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഒരു വരവാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ മാമോദീസ സ്വീകരിക്കണം അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒറിജിനൽ സിൻ ഉള്ളതുകൊണ്ട് മാത്രമല്ല, അത് ആ ലാഞ്ചന ഒഴിവായി കിട്ടാനും സഭയിൽ അംഗത്വം ലഭിക്കാനും അങ്ങനെ സഭയുടെ മക്കളായിട്ട് സഭാ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വളർന്ന് വലുതാകാൻ വേണ്ടിയിട്ടാണ് മാമോദീസ സ്വീകരിക്കണമെന്ന് പറയുന്നത്. നമുക്കറിയാലോ, അവിടെ കർത്താവിൻ്റെ നിക്കോദേമസുമായിട്ടുള്ള സംഭാഷണം, യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആത്യന്തികമായി രക്ഷ കിട്ടുന്നത് മാമോദീസയിലൂടെ നമ്മൾ സഭയിലേക്കും ഈശോയിലേക്കും ജനിക്കുമ്പോഴാണ്. അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചോദിക്കും, എന്തിനാണ് ഈ കുട്ടികളുടെ മാമോദീസ എന്തിനാണ് നമ്മൾ ചോദിക്കും. ഒരു പക്ഷേ കുട്ടികളുടെ മാമോദീസ സഭയുടെ ആരംഭത്തിൽ ഉണ്ടായിരുന്നില്ല. നിക്കോദേമോസിനോടുമായിട്ടുള്ള ഈശോയുടെ സംഭാഷണത്തിൻ്റെയൊക്കെ വെളിച്ചത്തിൽ ആദിമസഭാ പിതാക്കന്മാർ, പ്രത്യേകിച്ച് സെൻ്റ് അഗസ്റ്റിനൊക്കെ അദ്ദേഹം പറഞ്ഞത്, ഒരു കുഞ്ഞ് പ്രായമായി മാമോദീസ സ്വീകരിക്കുന്നതിന് മുമ്പ് മരിക്കേണ്ടി വന്നാൽ സ്വർഗത്തിലേക്ക് പോകുമോ? കർത്താവിൻ്റെ വചനം അനുസരിച്ച് രക്ഷ പ്രാപിക്കാൻ പറ്റില്ല. ജലത്താൽ ആത്മാവിനാലും വീണ്ടും ജനിക്കാത്തവന് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രബോധനങ്ങളുടെ വെളിച്ചത്തിലാണ് സെൻ്റ് അഗസ്റ്റിൻ്റെ കാലം മുതൽ
ഈ കുട്ടികളുടെ മാമോദിസ നിലവിൽ വന്നത്. അത് തന്നെ കത്തോലിക്ക സഭ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു. ജനിച്ച് എത്രയും വേഗം മാമോദിസ സ്വീകരിക്കണം എന്നുള്ള പ്രബോധം തന്നെയാണ് സഭയ്ക്കുള്ളത്. എന്നാൽ വേറെ ചില സമൂഹങ്ങൾ, ക്രിസ്തീയ സമൂഹങ്ങൾ, സെറ്റുകളൊക്കെ പ്രായപൂർത്തി വന്നിട്ട് അറിവ് വെച്ചതിന് ശേഷം ബോധപൂർവം മാമോദിസ സ്വീകരിച്ചാൽ മതി എന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. അത് അവരുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നു. നമ്മളേലും ചിലരൊക്കെ പിന്നീട് ഈശോയെ സ്വീകരിക്കുന്നവരൊക്കെ അങ്ങനെ സ്വീകരിക്കുന്നുണ്ടല്ലോ. പക്ഷേ പൊതുവെ ചൈൽഡ് ബാപ്റ്റിസമാണ് കത്തോലിക്ക സഭയിൽ പ്രിവലൻ്റ് ആയിട്ടുള്ളത്. പിന്നെ ഇടയ്ക്കൊക്കെ മറ്റുള്ളവരൊക്കെ ആരെങ്കിലുമൊക്കെ കൂടി വരുമ്പോൾ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിന് കാരണം ഇതാണ്, ജനിച്ച എത്രയും വേഗം മാമോദിസ സ്വീകരിക്കാതെ ഒരു കുഞ്ഞ് മരിക്കാൻ ഇട വന്നു കഴിഞ്ഞാൽ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലല്ലോ കർത്താവിൻ്റെ വാക്കുകളനുസരിച്ച്. ആ ഒരു രീതിയിലാണ് ആ ഒരു പ്രബോധനം ഇങ്ങനെ വന്ന് അങ്ങനെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ മാമോദിസ സ്വീകരിക്കുന്ന സിസ്റ്റം കടന്നു വന്നത്.